ഇന്ത്യയിലെ മൊത്തം പോപ്പുലേഷൻ 70% ആളുകൾ ശരിക്കും ഈ അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത് തന്നെ. ഓക്കെ, ബാക്കി 30% ആളുകൾ മാത്രമേ അതില് കൃഷിയിൽ ഫുൾ ടൈം ഇല്ലാത്തതുള്ളൂ. Then agricultural income is totally exempted from tax, from income tax under section 10 subsection 1 of the Income Tax Act, since agriculture is a state subject. എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്ക് ഇൻകം ടാക്സ് പ്രകാരം ഏതൊക്കെ ഇൻകം ആണോ ആ ഇൻകം എല്ലാം നമുക്ക് ടാക്സബിൾ ആണ്. ഏതെല്ലാം തരത്തിലുള്ള ഇൻകം ഒരാൾ ഏൺ ചെയ്യുന്നുണ്ടോ ആ ഇൻകം എല്ലാം ടാക്സബിൾ ആണ്. പക്ഷെ അഗ്രികൾച്ചറൽ ഇൻകം taxable alla, exempted on. So remind one thing, the section for the exemption of agricultural income, section 10 subsection 1 of Income Tax Act. Of Income Tax Act le section 10 subsection 1 pragaram agricultural income is totally exempted from income tax. Of income tax ശരിക്കും എന്തില്ല, ടാക്സ് ലയബിലിറ്റി വരാത്ത ഒരു ഇൻകം ആണ് അഗ്രികൾച്ചറൽ ഇൻകം. ദെൻ ദി സെൻട്രൽ ഗവൺമെന്റ് കനോട്ട് ലെവി ടാക്സ് ഓൺ അഗ്രികൾച്ചറൽ ഇൻകം. അപ്പോൾ ഇത് എന്ത് ചെയ്യാം, സ്റ്റേറ്റ് ഗവൺമെന്റ് പലപ്പോഴും ഈ അഗ്രികൾച്ചറൽ ഇൻകത്തിന് പല രൂപത്തിലുള്ള ടാക്സുകളൊക്കെ, ചെറിയ രൂപത്തിലുള്ള ടാക്സുകൾ ഈടാക്കുന്നുണ്ട്. എന്നാൽ അത് ഇൻകം ടാക്സിനെ പോലെ അത്ര ഉയർന്ന രൂപത്തിലുള്ള ഒരു ടാക്സ് അല്ല എന്ന് മാത്രം. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് നോക്കാം ഡെഫിനിഷൻ. അഗ്രികൾച്ചറൽ ഇൻകം, അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? Then the definition is indicated by the section 2 subsection 1a. Agricultural income means any rent or revenue derived from land that is situated in India and is used for agriculture. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ലാൻഡ്, അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന റവന്യൂ, ആ റവന്യൂ കൃഷി മുഖാന്തിരം ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്ത് വരുമാനം നേടുക, ആ വരുമാനത്തിനെയാണ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുക. ഇനി അങ്ങനെ കൃഷി ചെയ്തിട്ട് നമ്മൾ നേരിട്ട് കൃഷി ചെയ്യണമെന്നില്ല. നമ്മുടെ കയ്യിലുള്ള സ്ഥലം നമ്മൾ മറ്റൊരാൾക്ക് ലീസിന് കൊടുത്തു, അപ്പൊ നമുക്ക് റെന്റ് കിട്ടും. ലീസ് പാട്ടത്തിന് കൊടുക്കുക, അപ്പൊ റെന്റ് കിട്ടും. അങ്ങനെ നമ്മൾ വേറൊരാൾക്ക് കൊടുത്ത് അയാൾ അതിൽ കൃഷി ചെയ്യണം. അപ്പൊ കൃഷിക്ക് വേണ്ടിയിട്ട് സ്ഥലം വാടകയ്ക്ക് കൊടുത്ത് അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആ റെന്റ്, അതും അഗ്രികൾച്ചറൽ ഇൻകം. അപ്പൊ അഗ്രികൾച്ചർ ഇൻകം രണ്ട് രൂപത്തിലാണ് ഇവിടെ പറയുന്നത്. എനി റെന്റ് ഓർ റവന്യൂ derived from land that is situated in India and is used for agriculture. ഇവിടുത്തെ കണ്ടീഷൻ ഇതാണ്, ഇന്ത്യയിലാവുകയും വേണം, ആ സ്ഥലം ഉപയോഗിച്ചത് അഗ്രികൾച്ചറിനാവുകയും വേണം. ആ രൂപത്തിൽ അഗ്രികൾച്ചറൽ ഓപ്പറേഷനിലൂടെ കിട്ടിയ ഇൻകവും അഗ്രികൾച്ചറൽ ഓപ്പറേഷന് വേണ്ടി നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്ത് അയാളെ നമുക്ക് റെന്റ് കിട്ടുകയാണെങ്കിൽ ആ റെന്റും രണ്ടും അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. Then next, any income derived from such land by agriculture. അപ്പൊ ഇതിന്റെ കണ്ടീഷൻ ഇതാണ്, അഗ്രികൾച്ചർ ആയിരിക്കണം അവിടുത്തെ ഓപ്പറേഷൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ പല ആളുകളും ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കും, കാർഷിക ലോൺ, അഗ്രികൾച്ചറൽ ലോൺ എടുക്കും. എന്നിട്ട് അത് ഉപയോഗിച്ച് അവർ വേറെ എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യും. അപ്പൊ എന്ന പോലെ കൃഷിക്ക് നമ്മൾ സ്ഥലം കൊടുത്തിട്ട് അവിടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യരുത്. സോ ദ ഇൻകം ഡിറൈവ്ഡ് ഫ്രം സച്ച് ലാൻഡ് ബൈ അഗ്രികൾച്ചർ, കൃഷി ചെയ്യുക എന്നുള്ളത് ആണ് ഒരു കണ്ടീഷൻ. നിർബന്ധമായും കൃഷിയിലൂടെ ആവണം ആ കിട്ടുന്ന ഇൻകം. രണ്ടാമത്തത്, എനി പ്രോസസ് ഓർഡിനറിലി എംപ്ലോയ്ഡ് ടു മേക്ക് ദ പ്രൊഡ്യൂസ് ടു ഫിറ്റ് ടു മാർക്കറ്റ്. നമ്മൾ ഇങ്ങനെ കൃഷി ചെയ്ത് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ മാർക്കറ്റിലേക്ക് ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കണമല്ലോ. അപ്പൊ ആ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിന് അനുസൃതമായി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്നും ഇൻകം കിട്ടുകയാണെങ്കിൽ അതും അഗ്രികൾച്ചറൽ ഇൻകമാണ്. ഒരു ഉദാഹരണം പറയും, നമ്മൾ ആ നടത്തുന്ന ട്രാൻസ്പോർട്ടേഷൻ, അപ്പൊ കാർഷിക പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തിച്ചു കൊടുക്കാനുള്ള ആ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ കൃഷിയല്ല, പക്ഷെ
we are using this service or this activity for making this product to fit to market. മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിന് സ്യൂട്ടബിൾ ആവുന്ന രൂപത്തിലേക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്തത്, ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്തത്. അപ്പൊ അതും അതിൽ വരും. പിന്നെ മറ്റൊന്ന് വരുന്നത് the sale of produce in respect of which no process has been performed other than described above. ഇനി നമ്മൾ മുകളിൽ പറഞ്ഞതല്ലാത്ത വേറെ ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ വിൽക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കാർഷിക പ്രോഡക്റ്റുകൾ നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമ്മളത് വിറ്റിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകം, ഇതെല്ലാം അഗ്രികൾച്ചറൽ ഇൻകമാണ്. അപ്പൊ ഒന്നാമത് നമ്മൾ പറയുന്നത് എനി റെന്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ്. അപ്പോ rent or revenue derived from land then which is situated in India and is used for agricultural purpose. അപ്പൊ അതാണ് അഗ്രികൾച്ചർ പർപ്പസിനാവണം നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് മാത്രം. ഓക്കെ, ഇനി നെക്സ്റ്റ് then criteria to determine agricultural income. When an income can be called as agricultural income, some criteria are there and everyone want to keep or everyone want to follow these criteria, satisfy the criteria to make this income as agricultural income. One is income derived from land situated in India. That means the land used for agricultural operations should be situated in India. ഈ പറയുന്ന കേസൊക്കെ ഇന്ത്യയിലുള്ള കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ ഇന്ത്യക്കാരനാണ്, അയാൾക്ക് ഇന്ത്യയിൽ വെളിയിലെ വേറൊരു രാജ്യത്ത് അയാൾക്ക് സ്ഥലമുണ്ട്, അവിടെ അയാൾ കൃഷി ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ദാറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് അഗ്രികൾച്ചറൽ ഇൻകം ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് 1961. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പല ആളുകളും വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഒരാള് സപ്പോസ് സൗദി അറേബ്യയിലാണ്, അയാൾ അവിടെ ഒരുപാട് ബിസിനസ് കാണിച്ചിരുന്നു, അയാൾ അവിടെ കൃഷിയും ചെയ്യുന്നുണ്ട്, അയാൾ യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരനാണ്. അപ്പൊ അയാൾ അവിടെ കൃഷി ചെയ്തിട്ട് അയാൾ ഇൻകം ഏൺ ചെയ്യുന്നു, എന്നിട്ട് അയാള് ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പൊ അയാളുടെ കയ്യിൽ ഇൻകം ഉണ്ട്, അത് ടാക്സബിൾ ആണ്. പക്ഷേ അത് അഗ്രികൾച്ചറൽ ഇൻകം ആയതുകൊണ്ട് എക്സംഷൻ കിട്ടൂലേ എന്ന് ചോദിച്ചാൽ അഗ്രികൾച്ചറൽ ഇൻകം ആണ്, പക്ഷെ അത് എക്സംഷൻ കിട്ടൂല. കാരണം ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പറയുന്നത് the land should be situated in India. The land used for agriculture should be situated in India. ഈ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ച സ്ഥലം ഇന്ത്യയിലാവണം. then രണ്ടാമത്തെ കേസ് ലാൻഡ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്, കൃഷിസ്ഥലമാണ്, then that place, that land should be used for agricultural purpose. കൃഷിസ്ഥലം വേറെന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കരുത്. കൃഷിസ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ മെയിൻ പർപ്പസ്, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻ കൃഷി ആയിരിക്കണം, മറ്റു തരത്തിലുള്ള ബിസിനസ്സുകളൊന്നും ആവാൻ പാടില്ല. then land is situated in India. ഓക്കെ, അപ്പൊ ഒന്ന് ഇൻകം കിട്ടുന്നത് കൃഷിയിൽ നിന്നാവണം, രണ്ടാമത്തത് ലാൻഡ് ഉപയോഗിച്ചത് കൃഷിക്കാവണം, മൂന്നാമത്തത് സച്ച് ലാൻഡ് ഷുഡ് ബി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ. ഈ മൂന്ന് കാര്യങ്ങളാണ്. അപ്പൊ അഗ്രികൾച്ചറൽ ഇൻകം ആവുകയും അതിന് എക്സംഷൻ കിട്ടുകയും ചെയ്യണമെങ്കിൽ ഒന്ന് അവിടെ നടക്കുന്ന നമ്മൾ റേസ് ചെയ്യുന്ന ഇൻകം, നമ്മൾ റിസീവ് ചെയ്ത ഇൻകം അത് അഗ്രികൾച്ചറിനാണ്. ഓക്കെ, ദെൻ ആ ലാൻഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ലാൻഡ് അത് കൃഷിക്കാവണം ഉപയോഗിച്ചത്. മൂന്നാമത്തത് ആ ലാൻഡ് കൃഷിക്ക് ഉപയോഗിച്ച ലാൻഡ് അത് ഇന്ത്യയിലാവുകയും വേണം. ഇനി നെക്സ്റ്റ് ഇൻകം ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് അതായിരുന്നു ഒന്നാമത്തെ ക്രൈറ്റീരിയ. ഇതിൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ വെൻ one person grant a right to use his land to another person for agricultural purpose and received rent or revenue from the actual user of land will be treated as agricultural income. ഇനി ഒരാള് അയാൾക്ക് കുറെ സ്ഥലമുണ്ട്, അയാൾ കൃഷി ചെയ്തിരുന്നു, പക്ഷെ ഇപ്പൊ അയാൾ കൃഷി ചെയ്യുന്നില്ല. പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നു, വേറെ ആളുകൾക്ക് ഈ സ്ഥലം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു, എന്നിട്ട് അതിന്ന് അയാൾക്ക് റെന്റാ കിട്ടുന്നത്.
ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ബികോമിലെ കുട്ടികൾ അവരുടെ സ്ഥലം BA കുട്ടികൾക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. അതായത് ബികോമാർ ആരും കൃഷി ചെയ്യണില്ല, BA കൃഷി ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബികോമാർ എന്ത് ചെയ്യുന്നു, അവര് വാടക വാങ്ങുന്നു, റെന്റ് കിട്ടുന്നു ആ സ്ഥലത്തിന്, BA കൃഷി ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അപ്പൊ നമ്മൾ വാങ്ങുന്ന റെന്റ് യഥാർത്ഥത്തിൽ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടാണ് പരിഗണിക്കുക. ഓക്കെ, അപ്പൊ അത് അഗ്രികൾച്ചറൽ ഇൻകം ആണ്. The next one, interest received by the landlord on the arrears of land revenue payable in respect of land for agricultural purpose is not an agricultural income. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾ കൃഷി, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ റെന്റ്, ആ റെന്റ് അയാള് തന്നില്ല, അങ്ങനെ ഒരു 2-3 വർഷത്തെ റെന്റ് തരാണ്ട്, സപ്പോസ് അയാൾ ഒരു വർഷം 10,000 രൂപയാണ്, അങ്ങനെ 30,000 രൂപ അയാൾ തരാനുണ്ട്. അങ്ങനെ 3-ാമത്തെ വർഷം അയാൾ എന്ത് ചെയ്യണു, ഈ 30,000 തന്നു, പിന്നെ ഇതുവരെ തരാത്തതിന് പകരമായിട്ട് 1000 രൂപ വെച്ചിട്ട് ഓരോ വർഷം അധികം, അങ്ങനെ 33,000 രൂപ തന്നു. അപ്പൊ 3,000 രൂപ ശരിക്കും എന്താണ്, ഒരു ഇൻട്രസ്റ്റ് ആണ്. അരിയർ ആയതുകൊണ്ട് നമുക്ക് അധികമായിട്ട് ഇൻട്രസ്റ്റ് തന്നതാണ്. ദെൻ ഈ 33,000-ൽ യഥാർത്ഥ റെന്റ് എന്ന് പറയുന്നത് 30,000-ഉം നേരം വൈകിയത് കാരണം ഇൻട്രസ്റ്റ് ആണ് 3,000. അപ്പൊ ഇവിടെ അഗ്രികൾച്ചറൽ ഇൻകം 33,000 ഇല്ല, 30,000 മാത്രമേ ഉള്ളൂ. ആ 3,000 എന്നുള്ളത് ഇൻട്രസ്റ്റ് ഓൺ അരിയേഴ്സ് ആണ്. ആ 3,000 അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യില്ല, എന്നാൽ 30,000 അഗ്രികൾച്ചറൽ ഇൻകം ആണ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. ഇനി രണ്ടാമത്, ലാൻഡ് ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ കൃഷിക്കായിരിക്കണം ഉപയോഗിക്കുന്നത്. The land must be used for agricultural purpose and the income should be the result of such agricultural operation. Okay, then agricultural operation എന്ന് പറഞ്ഞാൽ it include those activities like tilling of land, sowing seeds, planting, weeding, digging. All these activities are considered as agricultural operation. അപ്പൊ നമ്മൾ കൃഷിയിൽ നിന്ന് കിട്ടുന്നത് എന്ന് പറഞ്ഞാല്, കൃഷി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ സ്ഥലം നന്നാക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് തരത്തിലുള്ള കൃഷിയാണോ നടത്തുന്നത് ആ കൃഷി. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, ഇപ്പൊ റബ്ബറാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും എന്തായിരിക്കും, അവിടെയുള്ള എല്ലാ സംഗതികളും, കാടുകളും ഒക്കെ നമ്മൾ വെട്ടിത്തെളിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അവിടെ പുല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ആ സംഗതികളൊക്കെ നമ്മൾ ചെയ്യണം. ഓക്കെ, അതുപോലെ ഇനി വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ സ്ഥലം നമ്മൾ റെഡിയാക്കി നിർത്തണം. അങ്ങനെ ആ സ്ഥലം അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പ്രവർത്തനം, അത് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. അതുപോലെ സോവിങ് സീഡ്, വിത്ത് വിതയ്ക്കുക, പിന്നെ പ്ലാന്റിങ്, നമ്മൾ നടുക. ഓക്കെ, ഡിഗ്ഗിങ്, അതിന് നമ്മൾ എത്രത്തോളം ആവശ്യമുണ്ടോ കുഴിയെടുക്കുക. അപ്പൊ നമ്മൾ വാഴയൊക്കെ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തെങ്ങൊക്കെ വെക്കുകയാണെങ്കിൽ വലിയ വലിയ കുഴിയെടുക്കണം. ഇതൊക്കെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതിൽ നിന്നൊക്കെ ആവണം നമുക്ക് കിട്ടുന്ന വരുമാനം. ഓക്കെ, ഈ തരത്തിലുള്ള ഓപ്പറേഷനൊക്കെ നടത്തിയിട്ട് അവസാനമാണ് നമുക്ക് ഇൻകം കിട്ടുക. ഇനി മൂന്നാമത്തെ ക്രൈറ്റീരിയ പറയുന്നത്, ലാൻഡ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. Agricultural income must be derived from agricultural land that is situated in India. Agricultural income land situated in a foreign country will not be treated as agricultural income for taxable purpose, which is already discussed. That means if a person who is visiting in another country, suppose Qatar or Saudi Arabia or Dubai, and he is doing agricultural activities in that country and returning to India with the income derived from the agricultural operation of that countries, then which cannot be treated as agricultural income in India. ഇയാള് മറ്റു രാജ്യത്തൊക്കെ പോയി അവിടെ നിന്നൊക്കെ പല പല കൃഷികൾ ചെയ്യുന്നുണ്ട്, അതിന് അയാൾക്ക് വരുമാനം കിട്ടി, ആളെ വരുമാനമായിട്ട് ഇന്ത്യയിലേക്ക് വന്നു. അത് ആ കിട്ടിയ കൃഷിയിൽ നിന്ന് കിട്ടിയ വരുമാനം ഇന്ത്യയിൽ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ബിക്കോസ് one of the criteria for agricultural income is the land used for agricultural operation is situated in India. ഇന്ത്യയിലുള്ള ലാൻഡിൽ നിന്നും കൃഷി ചെയ്തതാവണം. Our land should be situated in India. Okay, so these are the criteria. The next one, types of agricultural income. Agricultural income
ഒരു 3-4 തരത്തിലുള്ള ഇൻകം ഉണ്ട്. അത് ഓരോന്ന് ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന്, റെന്റ് ഓർ റവന്യൂ ഫ്രം അഗ്രികൾച്ചർ ലാൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 2, ഇൻകം ഡിറൈവ്ഡ് ഫ്രം അഗ്രികൾച്ചർ. ഓക്കെ. ഒന്നാമത്തത് റെന്റ് ഓർ റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ അഗ്രികൾച്ചർ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി കൊടുത്തിട്ട് നമുക്ക് റെന്റ് കിട്ടുക. അപ്പൊ പാട്ടത്തിന് കൊടുക്കും, പാട്ടത്തിന് കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന റെന്റ്, അത് അഗ്രികൾച്ചർ ഇൻകം. അതുപോലെ നമ്മൾ സാധാരണ പാട്ടത്തിനൊന്നും കൊടുക്കാൻ നമ്മൾ തന്നെ ചെയ്യാം, അങ്ങനെ കിട്ടുന്ന ഇൻകം. Then income from any process used to render the product marketable. നമ്മൾ പറഞ്ഞു to fit to market. Then income from sale of produce. Then അഞ്ചാമത്തെ ഒരു ടൈപ്പ് ഓഫ് ഇൻകം ആണ് ഇൻകം ഫ്രം ബിൽഡിങ്സ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ. നമ്മൾ ഇപ്പൊ ഫാം ഹൗസ് ഇൻകം ഫ്രം ബിൽഡിങ്സ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ. കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ്, ഇപ്പൊ ഫാം ഹൗസ് അതിനൊരു ഉദാഹരണമാണ്. അതുപോലെ നമ്മൾ ഗോഡൌണുകൾ, നമ്മുടെ കൃഷി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ അതിന്റെ ഭാഗമായി വരുന്ന ഗോഡൌണുകൾ, ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻകം നമുക്ക് ശരിക്കും അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ ഇൻകം ഡിറൈവ്ഡ് ഫ്രം സാപ്ലിംഗ് സീഡ്ലിങ്സ് ഗ്രോൺ ഇൻ എ നഴ്സറി. നമ്മൾ നേരത്തെ പറഞ്ഞു വിത്ത് വിതക്കുക, സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഓപ്പറേഷന് നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതും അഗ്രികൾച്ചറൽ ഇൻകം ആണ്. സോ ദീസ് ആർ ദി ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം. ഇനി ചില ടൈപ്സ് ഓഫ് ഇൻകംസ്, ആ ഇൻകം നമുക്ക് തോന്നും അഗ്രികൾച്ചറൽ ഇൻകം ആണ്, പക്ഷെ അഗ്രികൾച്ചറൽ ഇൻകം ആവണം എന്നില്ല. സച്ച് ടൈപ്സ് ഓഫ് ഇൻകം മീൻസ് ഇൻകംസ് നോട്ട് കൺസിഡർഡ് ആസ് അഗ്രികൾച്ചറൽ ഇൻകം, അഗ്രികൾച്ചറൽ ഇൻകം അല്ലാത്ത തരത്തിലുള്ള ഇൻകം. ഓക്കെ. അപ്പൊ അവിടെ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ബിൽഡിംഗ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ. അപ്പൊ ദ ഫാം ബിൽഡിംഗ് ആൻഡ് ദ ലാൻഡ് ഈ സിറ്റുവേറ്റഡ് വിത്തിൻ ദി ഡിസ്റ്റൻസ് ഓഫ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ നേരത്തെ പറഞ്ഞ കേസിൽ അഞ്ചാമത്തെ പോയിന്റ് അതായിരുന്നു ഇൻകം ഫ്രം ബിൽഡിങ്സ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ. അഗ്രികൾച്ചറൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിംഗ്, അതിൽ നിന്നും കിട്ടുന്ന ഇൻകം. അപ്പൊ അത് അഗ്രികൾച്ചറൽ ഇൻകം ആവണം എന്നുണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫാമും അതുപോലെ ആ ബിൽഡിങ്ങും നോട്ട് ബീങ് മോർ ദാൻ 2 kilometers ഫ്രം ലോക്കൽ ലിമിറ്റ്സ് ഓഫ് എനി മുനിസിപ്പാലിറ്റി. ഇത് രണ്ടും തമ്മിൽ എന്താവരുത്, 2 കിലോമീറ്ററിലധികം ആവരുത്. ദെൻ എങ്ങനെയാണെങ്കിൽ വിച്ച് ഹാസ് എ പോപ്പുലേഷൻ ഓഫ് മോർ ദാൻ 10,000. ആ മുനിസിപ്പാലിറ്റിയിലെ മൊത്തം പോപ്പുലേഷൻ 10,000 ഒക്കെ എല്ലാ മുനിസിപ്പാലിറ്റിയിലും ഉണ്ടാവും. ആ 10,000-ൽ കൂടുതലാവാം, പക്ഷെ ബട്ട് നോട്ട് എക്സീഡിങ് 1 lakh. 1 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. അപ്പൊ 1 ലക്ഷത്തിൽ താഴെയുള്ള പോപ്പുലേഷൻ ആണെങ്കിൽ ഫാമും ഫാം ബിൽഡിങ്ങും അതുപോലെ നമ്മളെ അഗ്രികൾച്ചറൽ ലാൻഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 കിലോമീറ്റർ ഉണ്ടാവാൻ പാടുള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയാം, ഈ ഫാം ബിൽഡിംഗ് നിന്ന് കിട്ടുന്ന ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താ വരുന്നത്, ഒരു ഡിസ്റ്റൻസ് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കൃഷിസ്ഥലവും ഫാം ബിൽഡിങ്ങും തമ്മിൽ ഒരുപാട് ദൂരം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ കൃത്യമായ അളവുണ്ട്. ഒന്ന്, നമ്മൾ ഈ പറയുന്ന ലാൻഡും ഫാം ബിൽഡിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 കിലോമീറ്ററിൽ കൂടാൻ പാടില്ല. എങ്ങനെയാണെങ്കിൽ ഇത് സിറ്റുവേറ്റ് ചെയ്യുന്ന മുനിസിപ്പാലിറ്റിയില് പോപ്പുലേഷൻ 1 ലക്ഷത്തിൽ അധികം അല്ല എങ്കിൽ, അപ്പൊ 1 ലക്ഷത്തിൽ താഴെ പോപ്പുലേഷൻ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അവിടെ 2 കിലോമീറ്റർ ഈ പറയുന്ന ബിൽഡിങ്ങും ലാൻഡും തമ്മിൽ ദൂരം ഉണ്ടാവാൻ പാടുള്ളൂ. എന്നാ ഇതേ കാര്യം തന്നെ ഈ ഫാം ബിൽഡിങ്ങും ലാൻഡും തമ്മിൽ 6 കിലോമീറ്റർ വരെ ഡിസ്റ്റൻസ് ആവാം പോപ്പുലേഷൻ 1 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ. എന്നാൽ 10 ലക്ഷത്തിൽ കൂടാനും പാടില്ല. അപ്പൊ 1 ലക്ഷത്തിൽ താഴെ പോപ്പുലേഷൻ ആണെങ്കിൽ ഈ ബിൽഡിങ്ങും ലാൻഡും തമ്മിൽ 2 കിലോമീറ്ററേ പറ്റുള്ളൂ. 1 ലക്ഷത്തിൽ കൂടുതൽ പോപ്പുലേഷൻ ഉണ്ട്, എന്നാൽ 10 ലക്ഷത്തിൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ 6 കിലോമീറ്റർ വരെ ആവാം. അതുപോലെ 10 ലക്ഷത്തിനേക്കാളും കൂടുതൽ ആളുകൾ പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ അവിടെ 8 കിലോമീറ്റർ വരെ വരാം. ഓക്കെ. എട്ട് കിലോമീറ്റർ വരെ വരാൻ പറ്റും. സോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ
ഇത് അഗ്രികൾച്ചറൽ ഇൻകം ആവുള്ളൂ. ഇപ്പോൾ ഇനി സപ്പോസ് ഒരാൾക്ക് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, ലാൻഡ് ഉണ്ട്, അയാൾക്ക് ഇതുപോലെ വലിയ ഫാം ബിൽഡിങ്ങും ഉണ്ട്, പക്ഷെ അത് തമ്മിലൊരു 10 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പൊ എത്ര പോപ്പുലേഷൻ ആയിട്ടും കാര്യമില്ല, ഈ മാക്സിമം 8 കിലോമീറ്റർ വരെ നമുക്ക് കിട്ടുള്ളൂ. 10 കിലോമീറ്റർ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന ഇൻകം നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, അഗ്രികൾച്ചറൽ ഇൻകം ആണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ 1 ലക്ഷത്തിൽ താഴെ പോപ്പുലേഷൻ ആണെങ്കിൽ 2 കിലോമീറ്റർ, 1 ലക്ഷത്തിന് 10 ലക്ഷത്തിന്റെ ഇടയിലാണെങ്കിൽ അവിടെ 6 കിലോമീറ്റർ വരെ വരാം. എന്നാൽ 10 ലക്ഷത്തിനേക്കാളും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണെങ്കിൽ അവിടെ 8 കിലോമീറ്റർ വരെ ഈ ബിൽഡിങ്ങും ലാൻഡും തമ്മിൽ ഡിസ്റ്റൻസ് ആവാം. അതിൽ താഴെയാവണം. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ cannot be considered as agricultural income. And the next one, partly agricultural income. അപ്പൊ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും, അതിൽ മുഴുവനായിട്ടും അഗ്രികൾച്ചറൽ ഇൻകം ആവണം എന്നില്ല. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. Certain income includes both the element of agriculture and business. Example, profit of sugar mill which cultivate sugar cane. As far as such income is concerned, only non-agricultural part of the income is taxed. അപ്പൊ ഇതിൽ പറയുന്നത് ചിലപ്പോൾ നമ്മൾ എന്തായിരിക്കും ഇത് രണ്ടും ചെയ്യുന്നുണ്ടാവും. അഗ്രികൾച്ചറൽ ഇൻകം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എന്നാൽ അതേസമയം നമ്മൾ ബിസിനസ്സും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതില് ഏതാണ് അഗ്രികൾച്ചറൽ ഇൻകം? അപ്പൊ ഇതിലൊരു എക്സാമ്പിൾ പറയുന്നത് നമ്മൾ ഷുഗർ ഫാക്ടറിയാണ്, ഷുഗർ മില്ല്. അപ്പൊ അവിടെ എന്തായിരിക്കും, ഇവര് ഷുഗർ കെയിൻ കൾട്ടിവേറ്റ് ചെയ്യുന്നു, കരിമ്പ് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. ആ കരിമ്പ് ഉപയോഗിച്ചിട്ടാണ് അവർ ഫാക്ടറിയിൽ കൊണ്ടുപോയിട്ട് പഞ്ചസാര ഉണ്ടാക്കുക. അപ്പൊ യഥാർത്ഥത്തിൽ പഞ്ചസാരയാക്കി മാറ്റുന്നത് ശരിക്കും അതെന്തല്ല, കൃഷിയല്ല. എന്നാൽ കരിമ്പ് ഉണ്ടാക്കുന്നത് കൃഷിയാണ്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളും കൂടെ വരികയാണ്, ബോത്ത് ദി എലമെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ബിസിനസ്. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ അഗ്രികൾച്ചർ ഏതാണ് എന്നും ബിസിനസ് ഏതാണെന്നും ആദ്യം തരം തിരിക്കണം. എന്നിട്ട് അതിന് ഓരോന്നും കിട്ടുന്ന ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് അഗ്രികൾച്ചർ ഇൻകത്തിന് എക്സംഷൻ കിട്ടും, ബാക്കി ബിസിനസ് ഇൻകത്തിന് നമ്മൾ ടാക്സും കൊടുക്കണം. ദാറ്റ് ഈസ് പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം. അപ്പോൾ the rules regarding this type of income are given in rule number 7 and 8 of income tax rule 1962. Okay, income tax rule 1962 ആണ്, income tax act 1961 ആണ്. അപ്പൊ ഇൻകം ടാക്സ് റൂൾ 1962 റൂൾ നമ്പർ 7 and 8 ആണ് ഈ പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് 7 and 8 എന്താ പറയുന്നത് നോക്കാം നമുക്ക്. ഫസ്റ്റ്, പ്രോഫിറ്റ് ഓഫ് ബിസിനസ് അതർ ദാൻ ടീ എന്ന് പറഞ്ഞാൽ തേയില ഉൽപാദനം അല്ലാത്ത, അല്ലെങ്കിൽ തേയില ബിസിനസ്സുമായി ബന്ധപ്പെട്ടതല്ലാത്ത മറ്റ് ബിസിനസ്സുകൾ, അതാണ് റൂൾ 7. അപ്പൊ തേയില ബിസിനസ്സിന് വേറെ റൂൾ ഉണ്ടാവും എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഇതില് തേയിലയുടെ കേസ് അല്ലാത്ത ബാക്കിയുള്ള ബിസിനസിന്റെ കേസ് പറയുന്നത് the market value of agricultural produce raised by the assessee will be deducted out of total profits of the assessee. മൊത്തം ഈ തേയില ബിസിനസ് അല്ലാത്ത മറ്റ് ബിസിനസ്സുകൾ ഏതൊക്കെയാണോ ആ ബിസിനസ്സുകളോ അതിന്റെ എല്ലാം കൂടെ പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്നും അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, അഗ്രികൾച്ചറൽ ഇൻകം എത്രയെന്ന് നോക്കിയിട്ട് അതിന്റെ യഥാർത്ഥ മാർക്കറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ പ്രോഫിറ്റ് അതിനെ മൈനസ് ചെയ്യും. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്കത് അറിയും. ഓക്കെ, അതുപോലെ ദിസ് റൂൾ ഈസ് അപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് കോട്ടൺ. നമ്മൾ പരുത്തിയുടെ കൃഷി നടത്തുകയാണെങ്കിൽ അത് അതിൽ വരും. അതുപോലെ ടൊബാക്കോ, ദെൻ ഷുഗർ കെയിൻ, ഇതൊക്കെ ഈ റൂൾ നമ്പർ 7 വരുന്നതാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇതാണ് റൂൾ നമ്പർ 7 അനുസരിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ കൃഷിയും ബിസിനസ്സിനെയും ഒരുമിച്ചായിരിക്കും കൊണ്ടുപോവുക. പക്ഷെ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മൊത്തം പ്രോഫിറ്റ് നമ്മൾ എടുത്ത് അതിൽ കൃഷിക്ക് വന്ന നമ്മുടെ യഥാർത്ഥ മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് നോക്കിയിട്ട് അത് മൊത്തം പ്രോഫിറ്റ് മൈനസ് ചെയ്യും. ഓക്കെ, എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ.
A sugar factory processed 20,000 quintals of sugarcane during the previous year, out of which 5,000 quintals of cane was produced in its own farm at a cost of rupees 1,14,000. Sugarcane produced in this farm is not sufficient to meet the requirements of sugar mill, and hence they also bought 15,000 quintals of cane at the rate of rupees 45 directly from the market. During the relevant previous year, the company made a total profit of rupees 1,75,000. You are required to calculate the agricultural and non-agricultural income. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു കമ്പനിക്ക് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഏകദേശം 20,000 കിൻഡൽ ഷുഗർ കെയിൻ വേണം, 20,000 കിൻഡൽ കരിമ്പ് വേണം ഷുഗർ ഫാക്ടറിക്ക് അവരുടെ പ്രോസസ് ചെയ്യാനായിട്ട്. ഇതിൽ 5,000 കിൻഡൽ 5,000 കിൻഡൽ ഇവരെന്ത് ചെയ്യണം, സ്വന്തം ഫാമെന്ന് അവര് കൃഷി ചെയ്തുണ്ടാക്കും. അതിനുള്ള വരുന്ന ചെലവാണ് 1,14,000 എന്നുള്ളത്. ഓക്കെ, ഞാൻ വീണ്ടും പറയാം, 20,000 കിൻഡലാണ് ഫാക്ടറിയിൽ ആകെ ആവശ്യമുള്ളത്. അതിൽ അവരെന്ത് ചെയ്യുന്നു, 5,000 കിൻഡല് 1,14,000 രൂപ ചെലവിൽ അവർ കൃഷി ചെയ്തുണ്ടാക്കും. ഇനി എത്ര വേണം? ഇനിയും 15,000 വേണം. ആ 15,000 കിൻഡൽ അവരെന്ത് ചെയ്യുന്നു, 45 രൂപ കൊടുത്തിട്ട് അവര് ഒരു കിൻഡലിന് 45 രൂപ എന്നുള്ള രൂപത്തിൽ അവർ മാർക്കറ്റിൽ നിന്ന് വാങ്ങും. ആ വർഷം അവർക്ക് ആകെ കിട്ടിയ പ്രോഫിറ്റ് 1,75,000 രൂപയാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, അഗ്രികൾച്ചറൽ ഇൻകം നോൺ അഗ്രികൾച്ചറൽ ഇൻകം എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്യണം. അത് എത്ര എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കും. ആൻസറിലേക്ക് പോവാം നമുക്ക്. ഫസ്റ്റ്, മാർക്കറ്റ് വാല്യൂ ഓഫ് കെയിൻ പ്രൊഡ്യൂസ്ഡ്. 20,000 കിൻഡൽ ആകെ ആവശ്യമുണ്ട്. അതിൽ 5,000 കിൻഡലാണ് നമ്മൾ കൃഷി ചെയ്തത്. ബാക്കി 15,000 കിൻഡല് 45 രൂപ വില, കിൻഡലിന് 45 വെച്ചിട്ട് നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്തത്. ഓക്കെ, 5,000 കിൻഡല് നമ്മൾ കൃഷി ചെയ്യുകയും ബാക്കി 15,000 കിൻഡല് 45 രൂപ വെച്ച് നമ്മൾ വാങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയതിന് നമുക്ക് 1,14,000 രൂപയാണ് ചെലവ് 5,000 കിൻഡൽ ഉണ്ടാക്കാൻ. അപ്പൊ അതിന്റെ മാർക്കറ്റ് വില എത്ര എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മാർക്കറ്റ് വാല്യൂ ഓഫ് കെയിൻ പ്രൊഡ്യൂസ്ഡ്. 5,000 കിൻഡൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. ഒരു കിൻഡലിന് നമ്മൾ വാങ്ങിച്ചപ്പോ 45. അപ്പൊ ഇവിടെ 45 വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഏകദേശം 2,25,000 രൂപയാണ് ഇതിന്റെ വില നമുക്ക് വരിക. പക്ഷെ നമുക്ക് ആകെ ചെലവായത് എത്രയാണ്? ലെസ് ദി കോസ്റ്റ് ഓഫ് കെയിൻ പ്രൊഡ്യൂസ്ഡ്. നമുക്ക് ആകെ ചെലവ് വന്നത് 1,14,000 അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് ശരിക്കും എത്ര വരിക? 1,11,000. 1,11,000 രൂപ നമ്മുടെ അഗ്രികൾച്ചറൽ ഇൻകമാണ്. എങ്ങനെ കിട്ടിയതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. നമ്മള് ഫാക്ടറിയിൽ ആവശ്യമുള്ളത് 20,000 കിൻഡൽ ഷുഗർ കെയിൻ ആണ്. അതിൽ 5,000 കിൻഡല് നമ്മൾ സ്വയം പ്രൊഡ്യൂസ് ചെയ്യാണ്. ബാക്കി 15,000 നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണ്. അതിൽ ഒരു കിൻഡലിന് 45 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പൊ നമ്മൾ 5,000 കിൻഡൽ ഇവിടെ ഉണ്ടാക്കാൻ നമുക്ക് 1,14,000 രൂപയാണ് ചെലവ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മാർക്കറ്റ് വില, നമ്മൾ ഉണ്ടാക്കിയ 5,000 കിൻഡലിന് മാർക്കറ്റ് വില വരിക 5,000 ഇൻറ്റു 45, 2,25,000. നമുക്ക് ആകെ ചെലവ് വന്നത് 1,14,000. ബാക്കി നമ്മുടെ ലാഭമാണ്. 1,11,000 രൂപ നമ്മുടെ ലാഭമാണ്. അതാണ് അവിടുത്തെ അഗ്രികൾച്ചറൽ ഇൻകം. ഇനി നോക്കുക, നമ്മളോട് പറഞ്ഞ ഈ പ്രീവിയസ് ഇയറിൽ നമ്മൾ ആകെ നേടിയ പ്രോഫിറ്റ് 1,75,000. 1,75,000. അതിൽ നിന്ന് നമ്മുടെ അഗ്രികൾച്ചറൽ ഇൻകം മൈനസ് ചെയ്യാം. 1,11,000 രൂപയാണ് അഗ്രികൾച്ചറൽ ഇൻകം നമുക്ക് കിട്ടി. അപ്പൊ ബാക്കി എത്രയാണ്? 64,000 രൂപയാണ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം. അപ്പൊ ഈ കമ്പനി ശരിക്കും എന്ത് ചെയ്യണ്ട? ആകെ പ്രോഫിറ്റ് 1,75,000. അതിന് മൊത്തം ടാക്സ് കൊടുക്കണ്ട. ആകെ എത്ര കൊടുത്താൽ മതി? 64,000 രൂപയ്ക്കുള്ള ടാക്സ് കൊടുത്താൽ മതി. ബാക്കി 1,11,000 രൂപ അഗ്രികൾച്ചറൽ ഇൻകം ആണ്, വിച്ച് ഈസ് എക്സെപ്റ്റഡ് ഫ്രം ടാക്സ്.
ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ടീ അല്ലാത്ത മറ്റ് ഉള്ള കൃഷിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി പ്രോഫിറ്റ് ഫ്രം ടീ മാനുഫാക്ചറിങ്, അത് റൂൾ നമ്പർ 8 ആണ്. ടീ മാനുഫാക്ചറിങ്ങിന്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇഫ് എ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചറിങ് ഓഫ് ടീ ഫ്രം ടീ ലീവ്സ് ഗ്രോൺ ബൈ ഹിം 60% of his income from such business will be treated as agricultural income and 40% as business income. ഓക്കെ, അപ്പൊ ഒരാൾ ഇപ്പൊ നമ്മളൊക്കെ ചുറ്റുവട്ടത്ത് എന്ന് പറഞ്ഞാൽ നമ്മള് വയനാട് ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ തേയില എസ്റ്റേറ്റുകൾ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ തേയില വളർത്തി, ഇല വളർത്തി അതിൽ നിന്ന് നമ്മൾ ടീ മാനുഫാക്ചറിങ് നടത്തുകയാണെങ്കിൽ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള കാൽക്കുലേഷൻ ഒന്നും വേണ്ട. അതിൽ നമ്മൾ മൊത്തം പ്രോഫിറ്റ് എത്ര നോക്കും, അതിന്റെ 60% അഗ്രികൾച്ചറൽ ഇൻകവും ബാക്കി 40% ബിസിനസ് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ ഇവിടെ എന്തില്ല, കുറെ കാൽക്കുലേഷൻ ഒന്നുമില്ല. മൊത്തം പ്രോഫിറ്റ് എത്ര നോക്കുക, എന്നിട്ട് അതിന്റെ 60% അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും, ബാക്കി 40% ബിസിനസ് ഇൻകം. ഇവിടെ പറയുന്നത് എ ടീ കമ്പനി മെയ്ഡ് എ പ്രോഫിറ്റ് ഓഫ് ₹5 lakh ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. ദ കമ്പനി ഗ്രോസ് tea plants on its garden and process the tea leaves in its own factory, determine the agricultural income and non-agricultural. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, ഒരു കമ്പനി അത് ഇങ്ങനെ തേയില ഉൽപ്പാദിപ്പിച്ച് പ്രോസസ് ചെയ്ത് അതിന്റെ ഇലയൊക്കെ ഉണക്കി പൊടിച്ച് അത് ടീ ഡസ്റ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ അവർക്ക് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ അവർക്ക് 5 ലക്ഷം രൂപ ലാഭം കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിന്റെ അഗ്രികൾച്ചറൽ ഇൻകം നോൺ അഗ്രികൾച്ചറൽ ഇൻകം എത്ര എന്ന് തീരുമാനിക്കാനാണ്. അപ്പൊ അതില് ഫസ്റ്റ് ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് 5 ലക്ഷമാണ്. ടോട്ടൽ പ്രോഫിറ്റ് പ്രീവിയസ് ഇയറിൽ ആകെ നമുക്ക് വന്ന പ്രോഫിറ്റ് ആണ് 5 ലക്ഷം. അതില് റൂൾ 8 അനുസരിച്ച് 60% ഈസ് കൺസിഡർഡ് ആസ് അഗ്രികൾച്ചറൽ ഇൻകം. അപ്പൊ 5 ലക്ഷം ഇൻറ്റു 60/100, 5 ലക്ഷത്തിന്റെ 60%, 3 ലക്ഷം. 3 ലക്ഷം അഗ്രികൾച്ചറൽ ഇൻകം, ബാക്കി 2 ലക്ഷം ബിസിനസ് ഇൻകവും. ഓക്കെ, സിമ്പിൾ ആണ്. ഇനി ഇൻകം ഫ്രം മാനുഫാക്ചറിങ് ഓഫ് സെൻട്രിഫ്യൂജ്ഡ് ലാറ്റക്സ്. ഇനി ഇതില് റൂൾ നമ്പർ 8 തന്നെ വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ റബ്ബറുമായി ബന്ധപ്പെട്ടാണ്. സെൻട്രിഫ്യൂജ്ഡ് ലാറ്റക്സ്, റബ്ബർ കൃഷി നടത്തുന്ന ആളുകൾ. ഇതില് ഈ പറയുന്ന ടീയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ടീയിൽ 60-40 ആണ്, ഇവിടെ 65-35 ആണ്. 65% of such income is considered as agricultural income and the remaining 35% as business income. So first of all, we should know what is the profit, how much profit we earned in the previous year, and there is no other calculation is needed for income tax purpose. The 65% of total profit is considered as agricultural income and the remaining 35% as latex. ഇനി ഇതേപോലെ ഇൻകം ഫ്രം കോഫി മാനുഫാക്ചറിങ്, അതായത് തേയില അല്ലാതെ കാപ്പിയുടെ കേസ് ഉണ്ട്. അവിടെ പറയുന്നത് 75% ഓഫ് ഇൻകം ഫ്രം സെയിൽ ഓഫ് കോഫി ഗ്രൗണ്ട് ആൻഡ് ക്യൂർഡ് ബൈ ദി സെല്ലർ ഈസ് ഡീംഡ് ടു ബി അഗ്രികൾച്ചറൽ ഇൻകം ആൻഡ് ദ റിമൈനിങ് 25 ഈസ് കൺസിഡർഡ് ആസ് ബിസിനസ് ഇൻകം. അപ്പൊ ഈ കോഫി ആണെങ്കിലും നമ്മൾ കാപ്പിയുടെ ചെടി പിടിപ്പിച്ച് അതിന് കാപ്പി വിളവെടുത്ത് അത് ഉണക്കി പൊടിച്ച് കാപ്പിപ്പൊടിയാക്കി മാറ്റി അത് സെയിൽ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഈ പറയുന്നതൊക്കെ നടക്കുള്ളൂ, അല്ലാതെ കാപ്പി വാങ്ങിയിട്ട് പൊടിച്ചു കൊടുക്കുന്നത് ഇതിൽ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, സോ ദീസ് ആർ ദി ഏരിയ ഓഫ് agricultural income. So I hope all of you understood the area of agricultural income as per income tax. So thank you all.